ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും ചെലവേറിയതുമായിട്ടുള്ള സ്വകാര്യ വസതി ആൻറ്റിലിയാണ്. മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഉടമസ്ഥൻ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായിട്ടുള്ള മുകേഷ് അംബാനിയാണ്. സ്ക്വയർ ഫീറ്റിന് 1 മുതൽ 1.5 ലക്ഷം രൂപ വില വരുന്ന സൗത്ത് മുംബൈയിലെ ആൽട്ടമൗണ്ട് റോഡിലാണ് ഈ വീട് നിലനിൽക്കുന്നത്. മുംബൈയിലെ ബിസിനസ് ടൈക്കൂൺസും സെലിബ്രിറ്റീസും പണച്ചാക്കുകളും മാത്രം താമസിക്കുന്നത് കൊണ്ട് തന്നെ ആൽട്ടമൗണ്ട് റോഡിന് ബില്യണേഴ്സ് റോ എന്നൊരു പേരും വന്നു. ആൻറ്റിലിയ എന്ന ഈ ആഡംബര വസതിയിൽ മൊത്തം 27 നിലകൾ ആണുള്ളത്. ഈ വീടിൻ്റെ നിർമ്മാണ ചെലവ് ഏകദേശം $2 ബില്യൺ അടുത്താണ്. അതായത് ഇന്ത്യൻ കറൻസിയിൽ പറഞ്ഞാൽ ഏകദേശം 15,000 കോടി രൂപയ്ക്ക് മുകളിൽ. 2006 പണി തുടങ്ങിയ ഈ വീടിൻ്റെ പണി കഴിയുന്നത് 2010 അതായത് ഏകദേശം 4 വർഷത്തോളം എടുത്തു ഈ ഒരു ആഡംബര വസതിയുടെ പണി തീർക്കുവാനായിട്ട്. 2010 ഈ വീടിൻ്റെ പണി കഴിയുന്നത് എങ്കിലും ഏകദേശം 1 വർഷത്തിന് ശേഷം മാത്രമാണ് അംബാനി കുടുംബം ഈ ഒരു വീട്ടിലേക്ക് ഗൃഹപ്രവേശനം നടത്തുന്നത്. ഇതിന് പ്രധാന കാരണം പൂർണ്ണമായി വാസ്തുശാസ്ത്രപരമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീട്ടിലേക്ക് 1 വർഷത്തിന് ശേഷം മാത്രമേ ഗൃഹപ്രവേശനം നടത്താവൂ എന്ന ജ്യോതിശാസ്ത്രജ്ഞരുടെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് അംബാനി കുടുംബം 1 വർഷത്തിന് ശേഷം ഗൃഹപ്രവേശനം നടത്തുന്നത്. ചതുരാകൃതിയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉണ്ടായിരുന്ന ഒരു ഫാൻറ്റം ഐലൻഡാണ് ആൻറ്റിലിയ. അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ വീടിന് ആൻറ്റിലിയ എന്ന പേര് വന്നത്. 2004 ആണ് പണി തുടങ്ങുന്നത് എങ്കിലും ഏകദേശം 1 വർഷത്തിന് മുമ്പ് തന്നെ ഈ വീടിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സ് ഇതിൻ്റെ പ്ലാനിങ്ങിൽ പങ്കുചേർന്നിട്ടുണ്ട്. 27 നിലകളാണ് ആൻറ്റിലിയയ്ക്ക് ഉള്ളത് എങ്കിലും 60 നിലകളുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഉയരം ഇതിനുണ്ട്. അതായത് ഏകദേശം 173 മീറ്ററാണ് ഈ ഒരു ആഡംബര വസതിക്കുള്ളത്. ഈ കെട്ടിടത്തിൻ്റെ ആദ്യത്തെ 6 നിലകളിലാണ് കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 168 കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ആൻറ്റിലിയയ്ക്കുണ്ട്. 168 കാറുകൾക്കും 168 ഡ്രൈവർമാർ സദാസമയം ആൻറ്റിലിയയിൽ സുസജ്ജരാണ്. ഈ കാറുകളുടെയൊക്കെ സർവീസ് സ്റ്റേഷനും ഇവിടെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ 6 നിലകൾക്ക് മുകളിലായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ചെടികളും പൂക്കളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു പൂന്തോട്ടം ആൻറ്റിലിയയ്ക്കുള്ളിലുണ്ട്. 50 പേർക്ക് ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹോം തിയേറ്റർ, ഹെൽത്ത് സ്പാ, സ്വിമ്മിംഗ് പൂൾസ്, ജിം, യോഗ സ്റ്റുഡിയോ, ഡാൻസ് സ്റ്റുഡിയോ, ഹോസ്പിറ്റൽ സെറ്റപ്പ് തുടങ്ങി സ്നോ റൂം വരെ ഈ ഒരു കെട്ടിടത്തിലുണ്ട്. അംബാനി കുടുംബത്തിൻ്റെ സുഗമമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി 3 ഹെലിപാഡ്സും 9 സൂപ്പർ ഫാസ്റ്റ് എലിവേറ്റേഴ്സും ഈ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 27 നിലകളാണ് ഈ കെട്ടിടത്തിൽ ഉള്ളതെങ്കിലും ഓരോ നിലകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. എന്നിൽ ഏറ്റവും കൂടുതൽ കൗതുകം ഉണർത്തിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ പൂജാമുറികളൊക്കെ പണിയാറുണ്ട്. എന്നാൽ അംബാനിയുടെ ഒരു റേഞ്ച് വെച്ചിട്ട് ഒരു അമ്പലം തന്നെ പണിതിട്ടുണ്ട്. ആ അമ്പലത്തിൽ സദാസമയം രാമായണം പാരായണം ചെയ്യാനായിട്ട് ബന്ധപ്പെട്ടവരെ നിയോഗിച്ചുമിട്ടുമുണ്ട്. ഇത്രയും വലിയൊരു കെട്ടിടത്തിന് ഒരു സെൻട്രലൈസ്ഡ് AC നൽകുന്നതിന് പകരമായിട്ട് കെട്ടിടത്തിൻ്റെ ഒരു സ്വാഭാവിക തനിമ നിലനിർത്തുവാനായിട്ട് ഓട്ടോമേറ്റഡ് ക്ലൈമറ്റ് കൺട്രോൾ സെറ്റപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 27 നിലകളുള്ള ഒരു 7 സ്റ്റാർ ഹോട്ടൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആൻറ്റിലിയെ വിശേഷിപ്പിക്കാം. ഇത്രയും സെറ്റപ്പുള്ള ഒരു കെട്ടിടത്തിന് ഇതിൻ്റെ ആദ്യ മാസത്തിലായ വൈദ്യുതി ചെലവെന്ന് പറയുന്നത് ഏകദേശം 70 ലക്ഷം രൂപയാണ്. ഇപ്പോൾ അംബാനി ഈ കെട്ടിടം മുഴുവനായി സോളാറാക്കിയിട്ടുണ്ട്. 27 നിലകളായി ഏകദേശം $2 ബില്യണോളം ചെലവഴിച്ചിട്ട് 600ഓളം സ്റ്റാഫുകളുമായി പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിൽ ആകെയുള്ള സ്ഥിരതാമസക്കാരുടെ എണ്ണം വെറും 6 പേർ മാത്രമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.